നവംബർ 28 മഴക്കാലമല്ലേ മഴയല്ലേ പൂക്കാലമല്ലേ പൂക്കളല്ലേ. അപ്പോൾ ഇന്നിപ്പോൾ എന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ചൂട് കട്ടൻ ചായ ഉണ്ട്, പിന്നെ ചപ്പാത്തിയും കടലക്കറി. ചപ്പാത്തി ഞാൻ ഇപ്പോൾ ഉണ്ടാക്കി, രാവിലത്തെ കടലക്കറി ഉണ്ടായിരുന്നു, അമ്മ ഒരുപാട് ഉണ്ടാക്കി, ഞാൻ ഒരുപാട് കോരി എടുക്കുകയും ചെയ്തു. അവിടെ ഇനിയും ഉണ്ട് കേട്ടോ, എല്ലാവർക്കും തികയും. കറി എനിക്ക് ഭയങ്കര ഒരു സംഭവമാണ്, അതുകൊണ്ട് ഞാൻ കറി കൂടുതലെടുത്തു. അപ്പോൾ കാര്യം എന്താണ്, നവംബർ 28 മഴക്കാലമല്ലേ മഴയല്ലേ പൂക്കാലമല്ലേ പൂക്കളല്ലേ. എന്താടാ ഹായ്, ഹലോ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് 28 ഞായറാഴ്ചയാണ്. അപ്പോൾ ഇന്നിപ്പോൾ എന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ചൂട് കട്ടൻ ചായ ഉണ്ട്, പിന്നെ ചപ്പാത്തിയും കടലക്കറി. ചപ്പാത്തി ഞാൻ ഇപ്പോൾ ഉണ്ടാക്കി, രാവിലത്തെ കടലക്കറി ഉണ്ടായിരുന്നു, അമ്മ ഒരുപാട് ഉണ്ടാക്കി, ഞാൻ ഒരുപാട് കോരി എടുക്കുകയും ചെയ്തു. അവിടെ ഇനിയും ഉണ്ട് കേട്ടോ, എല്ലാവർക്കും തികയും. കറി എനിക്ക് ഭയങ്കര ഒരു സംഭവമാണ്, അതുകൊണ്ട് ഞാൻ കറി കൂടുതലെടുത്തു. അപ്പോൾ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ ഇന്ന് 28 ആണല്ലോ. അപ്പോൾ ഇന്ന് എൻ്റെ ചേട്ടൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് അമ്മ വൈകിട്ട് അമ്പലത്തിൽ പോയി കേക്കൊക്കെ പോയിട്ട് വരുമ്പോൾ കേക്ക് വാങ്ങിയിട്ട് വരാം എന്നൊക്കെ പറഞ്ഞിരിക്കുമായിരുന്നു. പിന്നെ അല്ലെങ്കിൽ പൊറോട്ടയോ ഷവായ എന്തെങ്കിലും വാങ്ങാം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്ലാൻ. കേക്ക് എന്തായാലും ഉണ്ടായിരുന്നു, ചിലപ്പോൾ ഇന്ന് നോൺ വെജ് ഇന്ന് കഴിക്കേണ്ടെന്ന് കരുതി ചിലപ്പോൾ വാങ്ങില്ലായിരുന്നു, അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്തിരുന്നു. പക്ഷേ ഒരു വൈകിട്ട് തുടങ്ങിയ ഒരു ഉച്ച തൊട്ട് തുടങ്ങിയ മഴ ഇതുവരെ തീർന്നിട്ടില്ല. ഇപ്പോഴും നന്നായിട്ട് പെയ്യുന്നു, ചെറിയ ഇടിമിന്നലും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇടിമിന്നലില്ലെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മഴ, ഇടിമിന്നൽ എനിക്ക് പറ്റൂല, പേടിയാണ്. അപ്പോൾ അതുകൊണ്ട് അതിന് പിന്നെ ഒരു കഥയുണ്ട്, കുട്ടിക്കാലത്തെ കഥ, അത് ഞാൻ പിന്നെ പറഞ്ഞുതരാം. ജനൽ പൊട്ടിയ കഥയാണ് കേട്ടോ, ഇത് പറഞ്ഞില്ലെങ്കിൽ ഞാൻ അത് മറന്നു പോകും, എന്തെങ്കിലും ഈ വീഡിയോ കാണുമ്പോൾ ഞാൻ അതും കൂടി പറഞ്ഞേക്കാം. അപ്പോൾ എന്തായാലും അപ്പോൾ അങ്ങനെ ബ്രദറിന് അങ്ങനെ മഴ ആയതുകൊണ്ട് പോകാനായിട്ട് പറ്റിയില്ല, ഭയങ്കര മഴയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പോകാൻ പറ്റിയില്ല. അപ്പോൾ പിന്നെ ഞാൻ ചപ്പാത്തി ഉണ്ടാക്കാൻ വിചാരിച്ച് ചപ്പാത്തി ഉണ്ടാക്കി. പുട്ടുണ്ടായിരുന്നു, ഇന്ന് മീനൊന്നും വാങ്ങിയതുമില്ല. അപ്പോൾ അതുകൊണ്ട് ഇന്നലത്തെ ഇന്ന് മീൻ വെച്ചു, എന്തോ കുറച്ച് മീനുണ്ട്, മുളകിട്ട് വയ്ക്കണോണ്ട് ഇപ്പോൾ തികയണില്ല അരപ്പൊന്നും. ഇല്ലെങ്കിൽ തേങ്ങ ഇട്ട് വയ്ക്കുമ്പോൾ ഉച്ചയ്ക്കും വൈകിട്ടും കൂടി നിറയുമായിരുന്നു. അത് കറി ഒരുപാടുണ്ടാവും, മുളകിട്ട് വയ്ക്കുമ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ട് കുറച്ചല്ലേ കാണുള്ളൂ, അപ്പോൾ അത് കഴിച്ചങ്ങ് തീരുകയും ചെയ്യും. അപ്പോൾ ഞാൻ ഇപ്പോൾ ഇടി കിട്ടുന്നു. അപ്പോൾ ഞാൻ എന്തായാലും പുട്ടുണ്ടായിരുന്നു, പിന്നെ ഞാൻ വിചാരിച്ച് ചപ്പാത്തി ഉണ്ടാക്കാൻ വിചാരിച്ച്. ബ്രദറിന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ചപ്പാത്തി, ഭയങ്കര ജീവനാണ് ചപ്പാത്തി, പൊറോട്ടയൊക്കെ പോലെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ പോയി കുറച്ച് ചപ്പാത്തി ഉണ്ടാക്കി, എനിക്കും ഭയങ്കര ഇഷ്ടമാണ് ചപ്പാത്തിയും കടലക്കറി, ചില കോമ്പിനേഷനിൽ ചപ്പാത്തി എനിക്കിഷ്ടമാണ്, ചപ്പാത്തി ചിക്കൻ അങ്ങനെയൊക്കെ. അപ്പോൾ ഞാൻ പോയി ചപ്പാത്തി ഉണ്ടാക്കി. പാല് വീട്ടിൽ രാവിലെ കുഞ്ഞാവ വീട്ടിലുണ്ട്, ചേച്ചിയുടെ കുഞ്ഞാവ, അതുകൊണ്ട് അവൾക്ക് വേണ്ടിയിട്ട്, അവൾ കുടിക്കാറില്ല, അവൾക്ക് വേണ്ടിയും പിന്നെ നല്ലതുമായതുകൊണ്ട് പശുവും പാല് വാങ്ങും 1 ലിറ്റർ. അപ്പോൾ അതാണ് വാങ്ങുന്നത് കൊണ്ടും, പിന്നെ മഴ ആയതുകൊണ്ട് ഇന്ന് വേറെ പാല് വാങ്ങാൻ പറ്റില്ല, അതുകൊണ്ടാണ് കട്ടൻ. അല്ലെങ്കിൽ ഞാൻ കുറേ ചായ കുടിച്ചേനെ. അപ്പോൾ ഉച്ചയ്ക്ക് വൈകിട്ടൊക്കെ ഞാൻ കുറച്ച് സ്നാക്സൊക്കെയാണ് കഴിച്ചത്, എന്നിട്ട് എഡിറ്റ് ചെയ്തുകൊണ്ടൊക്കെ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് രാവിലെ ഒരു 10-12 മണിക്ക് കണ്ടുവാണെന്ന് തോന്നുന്നു പുട്ടും കടലക്കറിയും കഴിച്ചു. പിന്നെ ഒന്നും കഴിച്ചില്ല, ഈ സ്നാക്സൊക്കെയാണ് കഴിച്ചത്. അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും കഴിക്കാനായിട്ട് ഭയങ്കരമായിട്ട് തോന്നി, കേക്കെങ്കിലും കിട്ടുമെന്ന് ഇരുന്നപ്പോൾ അതും കിട്ടിയില്ല. അതുകൊണ്ട് പിന്നെ ഞാൻ വിചാരിച്ചു ഇത് ചപ്പാത്തി ഉണ്ടാക്കാമെന്ന്. ചപ്പാത്തി ഉണ്ടാക്കി, കുറച്ച് ഉണ്ടാക്കിയല്ലോ എന്ന് വെച്ചാൽ എല്ലാവർക്കും തികയും, പക്ഷേ നാളത്തേക്ക് ഉണ്ടാവില്ല, നാളെ അമ്മ കാപ്പി ഉണ്ടാക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ചപ്പാത്തി ഉണ്ടാക്കി. ഇല്ലെങ്കിൽ ഞാൻ കുറേ ഉണ്ടാക്കും, സാധാരണ ഉണ്ടാക്കുമ്പോൾ ഞാൻ ഒരുപാട് ഉണ്ടാക്കുകയും ചെയ്യും, നാളത്തേക്കും കൂടി അത് വരും, അങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കുക. അല്ലെങ്കിൽ ചേട്ടനെങ്കിലും അത്യാവശ്യം കാണും, ഒരു 5-10 ചപ്പാത്തിയെങ്കിലും ബാലൻസ് വരുന്നത്. പക്ഷേ ഇന്ന് എനിക്ക് ജോലിയുണ്ട്, ഒരുപാട് എഡിറ്റിങ് കാര്യങ്ങളുള്ളതുകൊണ്ട് ഞാൻ ആവശ്യത്തിന്, ഇന്ന് എല്ലാവർക്കും ആവശ്യത്തിൽ കൂടുതൽ എടുക്കാൻ പറ്റും, അത്രയും ചപ്പാത്തി ഉണ്ടാക്കി. കടലക്കറി ഉണ്ടായിരുന്നു, ഇത് ഫ്രിഡ്ജിൽ ഇരുന്നതാണ് കേട്ടോ, തണുപ്പുണ്ട്, അല്ലെങ്കിൽ സൂപ്പറായിരുന്നു. ഞാൻ ചൂടാക്കി എടുത്താൽ മതിയായിരുന്നു, ചൂടാക്കിയില്ല, മടി കാരണം ഞാൻ എടുത്തിട്ട് വന്നു. പിന്നെ പെട്ടെന്ന് വരാമല്ലോ എന്നും കരുതി എടുത്തിട്ട് വന്നു. അങ്ങനെ ഞാൻ കുറേ കറി എടുത്ത് ഒഴുക്കി വെച്ചിട്ടുണ്ട്, ഇത്രയും കറിയുണ്ട്. പിന്നെ ഇതൊന്ന് കഴിക്കണം. അപ്പോൾ ചപ്പാത്തി 4 ഉണ്ട്, 2 ഇപ്പോൾ കഴിക്കും, ബാക്കി അടച്ചു വെച്ചിട്ട് രാത്രി വീണ്ടും വിശക്കുമ്പോൾ കഴിക്കും. ഇപ്പോൾ മണി 8 ആയി കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും കഴിക്കട്ടെ, വിശക്കുന്നു. ഇനി എഡിറ്റിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്, സോ വെരി ബിസി. അപ്പോൾ ഇവിടെ തോരാത്ത മഴയാണ് കേട്ടോ, ഇന്ന് ഞായറാണ്, ഇതുവരെ അന്ന് തുടങ്ങിയ മഴ തീർന്നിട്ടില്ല. ഇടയ്ക്ക് ഇന്നലെ കുറച്ച് വെയിൽ കിട്ടി, ഒരു സ്റ്റെപ്പ് തുണി നനച്ച് ഇതാ കൊണ്ട് വെച്ചിട്ടുണ്ട്. പക്ഷേ എന്ത് ചെയ്യാൻ, അത് കസേരയിൽ എടുത്ത് മാറ്റി അലമാരയിൽ വയ്ക്കാൻ പറ്റൂല. 2 ദിവസം മടി പിടിച്ചിരിക്കും, അപ്പോഴത്തേക്ക് തുണി വീണ്ടും അഴുക്കാവും, വീണ്ടും നനയ്ക്കും, വീണ്ടും കൊണ്ടുപോയി ഇടും, അതാണ് പരിപാടി.